ഒരു സിനിമകളൊക്കെ ദിലീപ് ഒന്നും ചെയ്തില്ലെന്ന് ആര് പറഞ്ഞു? ഒന്നും ചെയ്തില്ലെന്നല്ലേ ദിലീപ് പറയണം. അതിപ്പോ എല്ലാരും അങ്ങനല്ലേ പടാ. നിനക്ക് എത്ര കൊമ്പ് മാട്ടിച്ചെന്ന് മോഹൻലാല് പറഞ്ഞല്ലേ. കുറ്റപത്രം വായിക്കുമ്പോ നീ പറയൂ, മോഹൻലാല് കൊമ്പ് കോടതിയിൽ ചാർജ് വായിക്കുമ്പോ കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റം ചെയ്തിട്ടില്ലെന്നല്ലേ പറയണം. ഈ ഇടയ്ക്ക് മോഹൻലാല് വീട്ടിൽ പോയപ്പോ കൊമ്പ് വരെ കാണിച്ചു കൊടുത്ത് രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കണത്. മോഹൻലാല് അഭിനയം കണ്ട ആന ഊരി കൊടുത്തിട്ടുണ്ട് കൊമ്പ്. എന്താ ലാലേട്ടാ വായനപ്രസ്ഥത്തിൽ എന്തൊരു അഭിനയം. കുറ്റം പറയണത് കുറ്റം പറഞ്ഞല്ലോ. എല്ലാവരും ഒരു നല്ലതല്ലേ പറയണം. എല്ലാവരും നന്നായിട്ടിരിക്കുക. ലാലേട്ടനായാലും സുരേഷ് ഗോപി ആയാലും തൃശ്ശൂരായാലും എനിക്ക് കിട്ടണം. എല്ലാവരും നന്നായിട്ടിരിക്കുക. അതിന് എനിക്ക് തരണം. തന്നില്ലെങ്കിൽ സത്യമേവ ജയതേ. അല്ലേ? അന്നിപ്പോ പറഞ്ഞില്ല. അറിയില്ല, അറിയിക്കത്തില്ല. എന്നും ചേട്ടന്റെ കൂടെ വന്നിട്ട് വെള്ളം അടിക്കുന്ന ഇയാൾ ആരെന്ന് അറിയോ ചേട്ടനെ? ഇന്ത്യൻ വിംഗ് കമാൻഡറിന്റെ ചീഫ് കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഞാൻ തന്നെ സലാം കാശ്മീർ. ഞാൻ ഹാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏത് തീവ്രവാദി വന്നാലും അവൻ്റെ കമ്പ്യൂട്ടറിനകത്തോടെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലുണ്ട്. തൊപ്പിയെ കുറിച്ച് ഭയങ്കര സീനാണ്. മിഷൻ കാശ്മീറൊക്കെ ഭയങ്കര പടമാണ്. അതിൽ യഥാർത്ഥ വില്ലൻ അത് ചാണകത്തിൻ്റെ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ് എന്ന കൃഷ്ണകുമാർ. അയ്യോ, അപ്പൊ ഇവനൊരു ഫോട്ടോ എടുക്കണ്ടേ? എടുക്കണം. റബ്ബർ ബാൻഡ് ദാരിദ്ര്യം പിടിച്ച മോഡലും നീ പാമ്പിനെ എവിടെ നോപ്പിക്കും? പാമ്പൊക്കെ വരും. വേറൊരു പാമ്പുണ്ട് വീട്ടിൽ പോയാൽ കിട്ടും. പ്രവാരം പാമ്പ് അതിനടുത്ത് അള്ള ഈയിടയ്ക്ക് പടം വന്നു. അവൻ അടിക്കുന്നവരല്ല അവന്റെ തോളി വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. അവൻ അടിച്ചിടുന്ന വില്ലന്മാരല്ല അവന്റെ തോളി ചാരി കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ആ പടത്തിന്റെ പേര് മാർട്ടിൻ. ഉഗ്രം പടം, ഒരു രക്ഷയില്ല. പക്ഷെ മറ്റേ പടം കൊള്ളാം. മാർട്ടിന് അല്ല ഇപ്പൊ മറ്റേ പിന്നെ അത് നല്ല പടം. അമരൻ നല്ല സിനിമ. അമരനൊന്നല്ല, ഇപ്പൊ മറ്റവൻ്റെ ഒരു പടം ഇറങ്ങി. മാർട്ടിൻ തന്നെ ഇറങ്ങിയത്. ആ വേട്ടോളി ഉണ്ടല്ലോ അവൻ്റെ പേരെന്ത്? പ്രഭാസ അല്ല, മലയാളത്തിൽ ചുമ്മാ ഇരിക്കുകയില്ല, കൈ വെച്ചോണ്ട് മിണ്ട. ഷൈൻഡോ ചാക്ക് അവന്റെ അത് പടം. അവന്റെ കുറ്റം അന്വേഷണം വന്നു, എന്തൊരു കേസ് അന്വേഷണം വന്നു, എന്തൊരു പടം, എന്തൊരു സിനിമ വന്ന് കേക്ക് അന്വേഷണം എന്നാണ്. കേസ് അന്വേഷണം നമ്മളെ വാണി വിശ്വനാഥൊക്കെ തിരിച്ചു വന്ന പടമാണ് അത്. വന്നിട്ട് തിരിച്ചു പോയി. വാണി വിശ്വനാഥ് വന്നിട്ട് അതുപോലെ അങ്ങ് പോയി. ബാബുരാജ് വിളിച്ചോണ്ട് പോയി. അതുപോലെ ഈ വേല പോവല്ലെന്ന് പറഞ്ഞു. ഇനി ആ ഏരിയ കണ്ട അയ്യോ, അതങ്ങനെ അങ്ങ് പോയി. ശരിക്കും സിനിമകൾ ഇറങ്ങി എല്ലാം ആറാട്ടെണ്ണം നോക്കിക്കോളൂ. സിനിമ എല്ലാം ആറാട്ടെണ്ണ അല്ലെങ്കിൽ അശ്വന്ത് ഗോക്ക് പറയും. അമേസിംഗ് എണ്ണം നോക്കും പ്രൊഡ്യൂസർമാരെല്ലാം ഇപ്പൊ അശ്വന്ത് ഗോക്ക് എന്തിനു പറയാം, ആറാട്ടെന്തിനു പറയും. എക്സാക്ട് 5 മണിയാകുമ്പോ അശ്വന്ത് ഗോക്ക് പറയണത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അവന്റെ വരവാണെന്ന് പറഞ്ഞ് കാത്തിരിക്കണ ആറാട്ടെണ്ണം കാണുമ്പോ പറയും പടം മെറ്റാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ 2 പാട്ട് അശ്വന്ത് ഗോക്ക് പാടി തന്നെ. സേനാപതി താത്ത എന്റെ താത്ത സേനാപതി കൊണ 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 കൊണ. എന്തൊരു കൊണയാണ് ഈ കുണച്ച് വെച്ചിരിക്കുന്നത് ഈ ശങ്കർ. എന്ത് കുണ, എന്ത് വെറുപ്പിക്കലാണ് ഈ ശങ്കർ. കൊല്ലാം. എന്റെ സിനിമ സൂപ്പറാ. എനിക്ക് ഈ കുട്ടിയോട് ക്രഷ് ഉണ്ട്. ഞാൻ ആ കുട്ടിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അടിച്ചു പൂട്ടിനെ പൊട്ടി ആരും ഇല്ലാത്തത് സൂപ്പർ സിനിമയാണ്. ഇതുപോലെ ആരും കണ്ടിട്ടില്ലാത്ത മോഹൻലാലിനെയാണ് ആ പടത്തിൽ എല്ലാവരും കണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, മറ്റേ മോഹൻലാലിന്റെ ആറാട്ട് സിനിമ ഉണ്ടല്ലോ, ഇത്രയും പൈസ ചിലവാക്കിയത് ഇവനെ വളർത്താനാണ്, മോഹൻലാലിനെ വളർത്താനല്ല. ആ ഒരു പടം ഇപ്പൊ ഇവൻ ഉള്ള യൂട്യൂബിലെ അല്ലെന്ന് ഇവന്മാർക്കൊന്നും വേറെ ജോലി ഇല്ലേടാ. ഈ ക്യാമറ ഇവൻ നടന്നു പോകുമ്പോ കുറെ ക്യാമറ വെച്ച് അവനെ ആദ്യം പിടിച്ചിട്ടുണ്ട്. ഈ ചാപ്രി സെലിബ്രിറ്റീസ് മീൻസ് ഈ ചാപ്രി എന്ന് വെച്ചാൽ ഇതെല്ലാം വായുടെ വേട്ടോളിയന്മാര് അടിക്കാൻ കഴിവില്ലാത്തത്. നമ്മളെ ഇവിടെ തിരുവനന്തപുരത്തല്ല നടക്കും ഇതുപോലെ. ഈ പടം ആറാട്ടണനും പൂറാട്ടണനൊക്കെ തിരുവനന്തപുരത്ത് അടിച്ച് വായ പൊട്ടി. ഇത് ഹോളിവുഡിലെ ഉള്ളതായി സംഭവം. എത്ര നടന്മാർ ഹോളിവുഡിൽ ചീത്ത വിളിച്ചിരിക്കുന്ന ഓരോരുത്തർ വന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതാണ് മറ്റേ പ്രതി അവീതം വരെ വന്ന് ചോദിച്ചോളൂമാര്. അവന്മാര് ചീത്ത വിളിച്ച് ഫോണൊക്കെ ചെറിഞ്ഞാണ് ഓട്ടിക്കണത്.
കാറൊക്കെ കൊണ്ടിടിക്കാൻ പോയിട്ടുണ്ട് ഇതുപോലെ റിവ്യൂ എടുക്കാൻ വന്നവന്മാരെ. സ്പൈഡർമാൻ നട എത്ര വർഷത്തിന് ശേഷം മാനമര്യാദയ്ക്ക് വന്ന പൊരുത്തം ചോദിച്ചു, ഇത്രയും പ്രായമായില്ല ഇനി സ്പൈഡർമാനായിട്ട് അഭിനയിക്കാനാ പോണം, എന്തിനാ വേണ്ടതിനും ചോദിച്ചു. അവൻ കരി വന്ന് അവൻ്റെ ഐഫോണും വാങ്ങിച്ചെറിഞ്ഞ് കാർ ഇടിച്ച് അവനെ വീഴ്ത്താൻ പോയി അവൻ. എന്നിട്ട് എല്ലാവരും പറഞ്ഞു അവന് കിളി പോയി, അവൻ ഡ്രഗ്സ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അവന് നടന്നു, അവൻ മറ്റേ ഗുരുവായൂർ കേശവൻ പണ്ട് നടന്നു വരുമ്പോൾ ഒരു ഭംഗിയുണ്ടായിരുന്നു, അത് കാണാൻ ഒരു രസകരമുണ്ട്. ഇത് മറ്റേ വാട്ടോളി താറാവ് നടന്നു പോലെ നടന്നു വരുമ്പോൾ അവനെ കുറെ ഗുണേശ്വരന്മാരെടുത്ത് ഇങ്ങനെ അല്ല ഈ ക്യാമറയൊക്കെ വെച്ച് ഈ നിങ്ങളെല്ലാരും പറയണല്ല നമ്മളെ ഈ സന്തോഷ് അല്ല ഈ ആറാട്ട് സിനിമ ആറാട്ടിന് എന്ത് ജോലി നമ്മൾ ചോദിച്ച്. എന്നാൽ ഈ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ആറാട്ടൻ എന്ന് പറഞ്ഞ ഈ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ആള് ആരും കാണുന്ന പോലെ നിസാരക്കാരനല്ല. ഒന്നുമില്ലെങ്കിൽ അയാൾ പല സിനിമകളിലും പിന്നണിയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്തൊരു പറയാലും നാട്ടിലെ ഒരു പെണ്ണുങ്ങളെ ഇവൻ കാരണം ഇവരെ എല്ലാ പെണ്ണുങ്ങളെയും അതിപ്പം ഈ പറഞ്ഞ രേവത്ത് ബാബു എന്ന് പറഞ്ഞ് അരിക്കൊമ്പനെടുത്ത് തോളി വെച്ചോണ്ട് കിടക്കണ ഒരു കിഴങ്ങ് വരുത്തോണ്ട് ആട്ടോ അടിക്കൊണ്ട് കിടക്കുന്നത്. അവനും പറയണ എന്തിനാണ്, കളിക്കാൻ എനിക്ക് കൂട്ടിനൊരു പെണ്ണ് വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ നന്മയുള്ള ലോകമേ പാട്ട് പാടിക്കൊണ്ട് വേറൊരു വഴിക്ക് നടക്കുകയാണ്. ഇപ്പം അവനാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു വല്ലാത്ത തരം കറണ്ട് അടിപ്പാണ് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വരുന്ന സമയത്ത്. അത് ഈ സന്തോഷ് വർക്കിക്കൊക്കെ ഉള്ള കാര്യം അവരൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് ചെയ്യണതാണ്. സൽമാൻ ഖാൻ സംഭവിച്ചോലോ ഒന്നും സംഭവിച്ചില്ല. അവനെ ഈ മെനങ്ങാന്ന് മറ്റേ ഒരു നടിയുടെ അടുത്ത് പോയി നിന്നിട്ട് കയ്യെത്തിര കാഴ്ച അവള് തൊഴിട്ട് ഓട് മയിരെ കണ്ടാൽ മതി. അല്ല ഇപ്പൊ എറണാകുളത്തൊരു തിയേറ്റർ ഉണ്ട്. ഷാക്കാൻഡ് കൊടുക്കണത് വേറെ, ഒരാൾ വെറുതെ നടന്നു കയ്യെ പിടിച്ചു വലിച്ചിട്ട് ഷാക്കാൻഡ് കൊടുക്കണത് രണ്ടുണ്ട്. അത് ആരായാലും ചപ്പാക്കുറ്റിക്ക് അടിച്ചു കൊടുക്കും. അതല്ലടാ എറണാകുളത്തൊരു തിയേറ്റർ ഉണ്ട്, അവിടെയാണ് ഈ വധങ്ങളെല്ലാം ഉണ്ടാവണത്. എന്തൊരു തിയേറ്ററിന്റെ പേര് ദേവേ എന്തൊരു പേരുണ്ട്. നാട്ടിലെ കംപ്ലീറ്റ് വധങ്ങൾ അവിടെ നിന്നാണ് ഉണ്ടാവണം. ആ സൂര്യയുടെ പടം വന്ന പുറത്ത് കുറെ ചാക്കൊക്കെ വെട്ടിയിട്ട് കുറെ കല്ലുമാലയൊക്കെ വാരിയിട്ട് റബോക്കോളെ വെട്ടി. പക്ഷെ വേറെ കാര്യം കേട്ടാ, നല്ലൊരു ഫോട്ടോഗ്രാഫറെ കയ്യിൽ അവൻ അപ്പം കിട്ടുന്ന ഒരു സ്റ്റില്ലായിരുന്നു. പക്ഷെ നല്ല ഫോട്ടോ കാരണം ഇത്രയും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുത്ത മെനക്കെട്ട് എത്രയും മെനക്കെടുന്നു.